പച്ചക്കറി മാത്രം വാങ്ങിച്ചാൽ മതിയാ? പിന്നെ അച്ഛാ കുറച്ച് പഴം കൂടെ മേടിച്ചോ. ഓക്കെ. ഷോപ്പിങ്ങിന് പോവാ. എന്ത് പറഞ്ഞാ? അല്ല 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അമ്മ വരുമല്ലോ. വിളിച്ചു പറഞ്ഞവരെ അച്ഛൻ എന്തിനു പുറത്തു പോണത്? എടാ അവർക്ക് പൈസ ലാക്കാൻ അറിയാവൂ. പച്ചക്കറി വാങ്ങാൻ കൂടാ, മറ്റെല്ലാം അഴിയത് വാങ്ങിച്ചോണ്ട് വരും. അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജംഗ്ഷനിൽ ഓണം, കുറച്ച് ചുറ്റി കറങ്ങണം, തിരിച്ചു വരണം. എത്ര നേരം കഴിഞ്ഞിട്ട് വരുവാ? നീ എന്തിനാണ് അറിയണത്? അല്ല, കുറച്ചു മുമ്പേ കൂട്ടുകാരങ്ങ് പാഞ്ഞു ഓണം കണ്ടായിരുന്നു ജംഗ്ഷനിലോട്ട്. യാത് കൂട്ടുകാരെ? ശ്രീമാൻ ബാസി അവർകൾ. ആണാ? ഞാൻ ഒഴുകി പോകണില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കത്തി വെച്ച് കളിക്കും തന്നെ അല്ലേ? നീ ഇവിടെ ഇറക്കാൻ. ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരണേ. ഇപ്പൊ തന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം കഴിച്ച് അയ്യോ പുഴുപ്പല്ലായി. അമ്മമ്മയാവും കേട്ടാ പല്ലില്ലാണ്ട്. അച്ഛൻ പോയാ? അച്ഛനോട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് ഞാൻ പറയായിരുന്നു. അച്ഛൻ ഐസ്ക്രീം മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. അച്ഛൻ ഐസ്ക്രീം കൊണ്ടുവരുമ്പോ എനിക്ക് തരുമോ? തരത്തില്ല. പോടി, നീ നോക്കോ. ഇനി ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ എനിക്ക് മിഠായി വാങ്ങിക്കൊണ്ട് വരില്ല. അപ്പോഴോ? എനിക്ക് വല്യേട്ടൻ വാങ്ങിച്ചോണ്ട് വരും. ബെസ്റ്റ്. വല്യേട്ടനെ 4 ചുറ്റും കടം കയറി മുടിയാറായി. അപ്പോഴാണ് അവളുടെ മുട്ടായി. 4 ചുറ്റും കടോ? എന്ത് പെങ്ങന്മാരെ കിട്ടിച്ചിട്ടേന്റെ കടവാ? ഭയങ്കര ഡയലോഗാണല്ലോ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന കാണേണ്ടി വരും. അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കെപ്പോഴും താങ്ങായി തള്ളായിട്ട് എന്റെ ബ്രദർ ഉണ്ടല്ലോ അല്ലേ? ആര്? ലിവനാ? ഈ മഴുവൻ കേശുവാ? നിന്നെ ഞാൻ എടുത്തോളാട്ടെ സെപ്പറേറ്റ്. നിന്നെ ഞാൻ വേറെ എടുത്തോളാന്ന്. Violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid. Okay? അടിച്ച് നേരത്തെ നീ മൂത്രം ഒഴിക്കും കേട്ടാ. അമ്മാന്ന് വിളിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല. വയലൻസ് വയലൻസ്. Boys! എന്താ പേടിച്ചു പോയല്ലോ? എന്ത് എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഓടി ചുമ്മാ വന്നു. എന്താ വെച്ചേ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന്. എന്താ പ്രശ്നം? എന്താ വേണം? നീ എന്റെ മേന്ന് മേടിക്കുവേ, കുറച്ച് കൂടുന്നുണ്ട്. നീങ്ങിക്കോടെ. ഇതിനെ കൊണ്ട് ഭയങ്കര ശല്യം ഉണ്ടോ? കുറച്ചും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ LKG വിടായിരുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ നല്ല കീറ് കൊള്ളും നീ. തണുത്ത വെള്ളം വേണോ ചൂടുവെള്ളം വേണോ? ചൂടുവെള്ളം വേണം. നിനക്ക് വെള്ളം കിട്ടിയാ പോരെ? തരാം. ഇതിലൊക്കെ കുടിച്ചാ മതി. കുപ്പി ഗ്ലാസ്. ഞാൻ പോയിട്ടേ കുറച്ച് ബീഫ് മേടിച്ചിട്ട് വന്നല്ല, കുറച്ച് വെറൈറ്റി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് നല്ല ഐഡിയ കേട്ടാ. ചേട്ടൻ കൊണ്ടുവരുവാണെങ്കിൽ അടിപൊളി സാധനം, വെറൈറ്റി സാധനം ഉണ്ടാക്കി തരാം. ഉറപ്പാണ്? ഉറപ്പാ. കാരണം 1 കിലോ ബീഫിന് 400 രൂപയാണ്. ലാസ്റ്റ് കൊളാക്കി ചതിക്കും. കൊളൊന്നും ആക്കൂല, കിട്ടുക്ക സാധനം ഞാൻ ഉണ്ടാക്കി തരും. ഓക്കെ സെറ്റ്. പച്ചക്കറി കുറച്ചേ വാങ്ങിച്ചോളൂ. അച്ഛൻ മറ്റേ ആലപ്പുഴ കഞ്ഞിക്കുഴി പോകും, അപ്പം കൂടുതൽ വാങ്ങിക്കാം. ഞാൻ പോയിട്ട് വരാം. നീ എവിടെ പോണേ? ഞാൻ ബീഫ് വാങ്ങാൻ പോണു. ബീഫ് വാങ്ങിക്കാനാ? നീ പോയി ശരിയാവില്ല. നിനക്ക് വാങ്ങിക്കാൻ അറിഞ്ഞൂടാ. നീ പോയാൽ പഴയ ബീഫ് എടുത്തിരും, അച്ഛൻ വാങ്ങിച്ചോണ്ട് വരാം. അച്ഛൻ ഇപ്പൊ പോയിട്ട് വന്നല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അല്ല, ജംഗ്ഷനിൽ പോകാൻ കിട്ടുന്ന ഒരു അവസരം അച്ഛൻ പാഴാക്കാറില്ല, അതറിയില്ല. എന്താ എന്തോന്ന് സാധനം? ഐസ്ക്രീമാ? അച്ഛൻ എപ്പോ പറഞ്ഞു വാങ്ങിക്കാന്ന്? ആണോ? എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ നേരത്തെ കടയിൽ പോയപ്പോഴേ ഇവള് പറഞ്ഞു വിട്ട് ഐസ്ക്രീം മേടിക്കണോന്ന്. അച്ഛൻ അത് മൈൻഡ് ചെയ്തില്ല, ആന്ന് പറയുകയും ചെയ്ത്. ആശാട്ടി ഭയങ്കര പ്രതീക്ഷയില്ലായിരുന്നു. മക്കളെ, ജീവിതത്തിൽ ഒരു കാര്യത്തിനും വലിയ പ്രതീക്ഷ വയ്ക്കില്ല കേട്ടാ. അയ്യേ, പാറുവിന് ഐസ്ക്രീം കിട്ടില്ല. അയ്യേ അല്ലെ ഞാൻ പറഞ്ഞൊന്നുമില്ല ഐസ്ക്രീം വെച്ചരാന്ന്. ഞാൻ പറഞ്ഞു ഐസ്ക്രീം വെച്ചരാന്ന്. ഞാൻ പറഞ്ഞ ഐസ്ക്രീം വെച്ചരാന്ന്. ആവശ്യമില്ല കൊച്ചിനെ കളിയാക്കല്ലേ. എന്ത് കറിയണത്? അച്ഛൻ വാങ്ങിച്ചരാം കേട്ടോ ഐസ്ക്രീം. അച്ഛൻ വാങ്ങിച്ചരാം കേട്ടാ ഐസ്ക്രീം വാങ്ങിച്ചരാം. പോട്ട് ചുമ്മാ ആവശ്യമില്ലാതെ അച്ഛൻ വാങ്ങിച്ചു കൊടുക്കാം. കരയല്ലേ, ഞങ്ങള് തമാശക്ക് പറഞ്ഞല്ലേ. നീ പോയിട്ട് വരുമ്പോ കൊച്ചിന് ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരാം കേട്ടാ. ഐസ്ക്രീം വെച്ചിട്ട് വരാം കേട്ടാ. ചുമ്മാ കൊച്ചിനെ കളിയാക്കല്ലേ.
അടികൂടൊന്നു പറ വാ. ഒരു സാധനം വാങ്ങാൻ പോയ സമയത്തിന് വരത്തില്ല. ആര് വല്യേട്ടൻ ചേട്ടൻ എവിടെ പോയി? എനിക്ക് ഐസ്ക്രീമും ബീഫും. ഐസ്ക്രീമും ബീഫുവാ? ബീഫ് മേടിക്കാൻ പോയാ? പോയി. പൊളിച്ച്. അപ്പൊ ഇത് ബീഫ് കഴിക്കല്ലേ? ശിവ, ആ ചേട്ടൻ ഇപ്പൊ ബീഫ് കൊണ്ടുവരും. കുറച്ച് ചെറിയുള്ളി ഉണ്ടാക്കി തരണേ. ഞാനാ? ആ നീ തന്നെ. ചെന്ന് പണി. ചെഞ്ഞു പണിയായി. ഞാൻ ചെയ്തോളാം, തമ്പുരായിട്ട് പറയണ്ട കേട്ടാ. ബീഫ് വാങ്ങിക്കാൻ പോയ കണ്ടില്ലല്ലേ? ചേട്ടൻ പോയിട്ടുണ്ട്, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ആണാ? ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കണ്ടേ? താമസിക്കും. എന്റെ ദൈവമേ അച്ഛാ, ഈ കൊച്ചിന് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതി തന്നെ കേട്ടാ. ഈ കൊച്ചിന് ഐസ്ക്രീം എന്ന് പറഞ്ഞാലായിരുന്നു കൊതി. നിനക്ക് ചെറുപ്പത്തിൽ പച്ചവെള്ളം എന്ന് പറഞ്ഞ ഒരു കൊതിയായിരുന്നു അല്ലേ? ചേച്ചി, ആ എന്താ മക്കളെ ബീഫ് എങ്ങനെ നോക്കിയാ പോണേ? അതൊക്കെ അച്ഛൻ കണ്ടോ? അതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതൊന്നും എന്നെ പറ്റി ഒന്നും പറയണ്ട. അയ്യോ, പറ എങ്ങനെ നോക്കിയാ പോണേ? അത് ഞാൻ എന്റേതായ സ്റ്റൈലിൽ ഞാൻ വെക്കും. ചെറിയ ഉള്ളി ഇട്ട് വയ്ക്കണം. മസാല ഒന്നും കണ്ടവനെ വാരി ഇടരുത്. ഒരു മുക്കാ വേവാകുമ്പോൾ കുറച്ച് പിരിയമുളക് ഇട്ട് കൊടുക്കണം. പിരിയമുളകാ? അറിഞ്ഞുകൂടാ. അപ്പൊ നീ നേരെ ചെയ്യണം, നമ്മൾ ചെയ്തോളാം. ഇല്ല, അച്ഛന്റെ സ്റ്റൈല് വേറെ, ഇത് എന്റെ സ്റ്റൈല് വേറെ സ്റ്റൈല്. പക്ഷെ ബാക്കി വെച്ച് കൂട്ടാനുള്ളതായിരിക്കണം. വേണ്ട സോസ് ഒന്നും കരുതി ചോദിച്ചളല്ലേ. ഇപ്പൊ ഇതിന്റെ സ്റ്റൈലുണ്ട്, ചൈനീസ് സ്റ്റൈല്. എന്നുണ്ടാക്കിയാൽ സോസ് ഒക്കെ കരുതി ചോദിച്ചളായി. അതൊന്നും വേണം. നാടൻ ബീഫ് നാളെ കാളക്കറി ഉണ്ടാക്കണം കേട്ടാ. നല്ല ഒന്നാം തരം ബീഫ് കിട്ടിയിട്ടുണ്ട്. പൊളപ്പനായിട്ട് വെക്കണേ. ഇന്ന് കുറച്ച് പണിയുണ്ട്. ചേട്ടാ എവിടെ? എന്തെവിടെ? ഐസ്ക്രീം. ഐസ്ക്രീമാ? ഞാൻ ബീഫ് മേടിക്കാനല്ല മോളെ പോയത്. നീ പോയപ്പോ ഞാൻ പറഞ്ഞില്ലേ കൊച്ചിന്റെ ഐസ്ക്രീം വാങ്ങിയാൽ പറഞ്ഞു വെച്ചില്ലടാ. അയ്യോ അച്ഛൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അല്ലെ ഞാൻ വിചാരിച്ച അവളുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി ചുമ്മാ പറഞ്ഞാണെന്ന്. ഞാൻ ഐസ്ക്രീമും മേടിച്ചുള്ളൂ, ബീഫും മേടിച്ചിട്ടുള്ളൂ. പക്ഷേ ഐസ്ക്രീം വാങ്ങിച്ചില്ലേ? ഇല്ല. എന്തോന്നാ കാണിച്ചത്? എന്റെ ബീഫ് പാർവതി നല്ല മേടിക്കട്ടെ. ഇവള് കൊള്ളാല. ഞാൻ ഇപ്പൊ തിരിച്ചു പോയിട്ട് ഐസ്ക്രീം മേടിച്ചിട്ട് വരാന്ന് വിചാരിച്ചതാ. എന്ന് എനിക്ക് ഐസ്ക്രീം ഇല്ല, ഐസ്ക്രീം ഇല്ല. അപ്പൊ അമ്മ ഉണ്ടെങ്കിൽ നല്ല അടി വന്നാണ് കേട്ടാ. മക്കളെ ഐസ്ക്രീം വാങ്ങിച്ചു തരാം കേട്ടാ. എന്തിനു പറഞ്ഞത്? കണ്ണിലറിഞ്ഞത്. അയ്യോ ഞാൻ അങ്ങോട്ട് കയറുന്നുണ്ടല്ലോ. പോയി ഞാൻ ചെറുതെ മുട്ട പാലൂത്തി നട തന്നെ വിളിക്കും. പാടുന്നു. അയ്യോ നീരുവിനെ വിളിച്ച് സംസാരിക്കട്ടെ. നീ വരുമ്പോഴേ പാരൻ ഐസ്ക്രീം വാങ്ങിച്ചോ. പെണ്ണെന്നെ ഒരു കണ്ണടിച്ച് പൊട്ടിച്ച്. കുറച്ചുകൂടെ കഴിഞ്ഞ് അടുത്ത കണ്ണും അടിച്ച് പൊട്ടിക്കും. ശരി പെട്ടെന്ന് വാ. 11 ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ. അച്ഛൻ കുറച്ച് ഐസ് എന്തെങ്കിലും വെക്ക്. ഐസ് ആവണം. ഒരു കണ്ണല്ലേ പോയുള്ളൂ. ഐസ് പൊട്ടി കിടക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ.